ഹായ്, ഇന്ന് എല്ലാവർക്കും സന്തോഷമാണോ സുഖമാണോ എന്നൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. സമയം പോയി, കൊച്ചു ക്ലാസ്സിലും പോയി ട്യൂഷനും കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വീഡിയോ പിടിക്കുന്നത്. അർജൻറ്റായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓടി വന്നത്. ഒരിത്തിരി നേരമേ ഉള്ളൂ കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോണം കേട്ടോ. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ പിന്നെ നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. ഇപ്പം നമ്മളെ നവരാത്രി അല്ലേ, നവരാത്രി തീരാൻ പോവുക. അപ്പം ഈ തീരാൻ പോണ സമയത്ത് ഇന്നിപ്പം പൂജ വെപ്പാണ്, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം പൂജയെടുപ്പും കൂടിയാണ്. പക്ഷെ ഈ സമയത്തുണ്ടല്ലോ ഒരു5 നാളുകാർക്ക് മഹാഭാഗ്യം വരാൻ പോകുന്നുണ്ട്. അപ്പം അത് മറ്റുള്ള ജ്യോത്സ്യന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കിക്കോ. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ലോട്ടറി എടുത്താൽ പോലും ആ ലോട്ടറി പോലും നിങ്ങൾക്ക് അടിച്ചിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവരും പറയുന്നത് പോണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പം എൻ്റെ നാള് ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യ നാളുകാർ ആയിരക്കണക്കിനുമല്ല ലക്ഷക്കണക്കിനുമല്ല അതിലധികം ആളുകൾ ഉണ്ടാകും ചോദ്യ നാളുകാർ. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എനിക്ക് അടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഭാഗ്യം വന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ജനിച്ച മാസത്തിൻ്റെ ഒരു പ്രശ്നം വരും, ജനിച്ച സമയമുണ്ട്, ജനിച്ച നാളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നല്ല ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ജനിച്ച ദിവസമുണ്ട്. ഈ ദിവസം ഈ 3 കാര്യത്തിനും പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം നോക്കുമ്പം കിട്ടുന്ന രാശി അനുസരിച്ച് ആ രാശിയിൽ ജനിച്ചവർക്കാണ് നമുക്ക് ഈ മഹാഭാഗ്യം വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു കോടി ആൾക്കാർക്ക് ചോദ്യം നാളുണ്ട്, അവർക്ക് എല്ലാവർക്കും ലോട്ടറി എടുത്താൽ അടിക്കണമെന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ പറയുന്നുണ്ട് വീണ്ടും, രാശി അതായത് ജനിച്ച മാസം, ജനിച്ച ദിവസം, ജനിച്ച സമയം ഇതുണ്ട്. ഇതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പം നമ്മളൊരു ഓൾ റൗണ്ട് മൊത്തത്തിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഈ 5 നാളുകാര് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട എന്നും പറഞ്ഞ് ഈ നാളുകാർക്കുണ്ടല്ലോ ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു ദുരന്തം വരാൻ പോവുകയാണെങ്കിൽ പോലും, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാളുകാർക്കും ഭാഗ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ ഈ നാളിന് അതിൻ്റെതായ ഒരു ഭാഗ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചില്ലെന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ ഒരാളുടെ ഭാഗ്യം, ലോട്ടറിയാലോ അല്ലെ കുറി അടിച്ചില്ലെന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ല ഒരാളുടെ ഭാഗ്യം ഇരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ അടുത്ത പ്രഭാതം കൂടെ കാണുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. നമ്മൾ ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ അടുത്ത സൂര്യോദയം കാണുന്നതാണെന്നാണ് ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം. കാശും മറ്റു സാധനങ്ങളും എല്ലാം നമ്മുടെ പുറകെ വന്നോളൂന്നേ. നമ്മളുണ്ടെങ്കിലല്ലേ ഇത് പുറകെ വന്നാൽ പോരെ. അല്ല നമ്മളില്ലാതെ ഇത് എത്ര കുമിഞ്ഞു കൂടിയിട്ടും എന്താ കാര്യം ഇരിക്കുന്നത്? നമ്മളിങ്ങനെ അടിച്ച് പിടിച്ച് ഇടിച്ച് പിടിച്ച് വെട്ടി പിടിച്ചുണ്ടാക്കും, ഉണ്ണാതെ ഉടുക്കാതെ ആർക്കും 1 രൂപയുടെ സഹായവും ചെയ്യാതെ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ഉടുതുണി പോലും തന്നു വിടത്തില്ല. അങ്ങോട്ടാ ഹോസ്പിറ്റലിൽ വെച്ചാ മരിക്കുന്നെങ്കിൽ അവര് ഡ്രസ്സ് ചെയ്ത് പിറക്കി വിടുന്ന അതേ വെടിയെടുത്ത് ചിതയിലോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു. നമ്മൾ എന്തിനാ ഇതൊക്കെ? നമ്മൾ ഇരിക്കുമ്പോൾ ഒരു നല്ല പ്രവൃത്തി ചെയ്താലേ മറ്റുള്ളവർ മരിച്ചു കിടക്കുമ്പോഴാണേലും വന്നൊന്ന് പറയും, ദൈവമേ നല്ല മനുഷ്യനായിരുന്നു, നല്ല ഉപകാരിയായിരുന്നു. ഇത് പറഞ്ഞിട്ടും വലിയ പുണ്യമൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് ദുഷിപ്പ് പറയില്ലല്ലോ എന്നാ കേട്ടോ ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പം ഈ 5 നാളുകാര് ആരൊക്കെയാന്ന് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. പുണർദം, പൂയം, രോഹിണി, രേവതി, ഉത്രം. ഇവർക്ക് ഈ ദിവസം നിങ്ങൾ എന്തൊരു നല്ല കാര്യം ചെയ്താലും അത് നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ. കാരണം ഇത് പ്രത്യേകിച്ച് ഓരോ നാളിൻ്റെ നമ്മൾ എടുത്തു പറയണ്ട. ഈ 5 നാളുകാരും കട്ടക്കിടിച്ച് നിൽക്കും. അതാ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നവരാത്രി ദിനത്തിൽ ഇന്നിപ്പോൾ തീരുവാന്ന് ഞാൻ പറഞ്ഞല്ലോ. നവരാത്രി കഴിഞ്ഞെന്ന് പറഞ്ഞാലും അടുത്ത മാസം ഇവർക്ക് 21-ാം തീയതി വരെ ഇവരെന്ത് ചെന്ന് തൊടുന്നോ അത് പൊന്നായിട്ട് വരും. ഇവരെ കണി കണ്ടാൽ പോലും നല്ലതാ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങളിലോ ഒക്കെ ഒൻപരെ ഈ നാളുകാരുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു രൂപ കോയിനെങ്കിലും ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കിക്കോണം. ഈ പൂജ എടുപ്പിന് മുമ്പായിട്ട് എന്ന് വെച്ചിട്ട് ആ 1 രൂപ കോയിൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്നെ 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിലോ അല്ല ഭദ്രമായിട്ടോ ഒരു ഡെപ്പിയിലിട്ട് വയ്ക്കാം. അടുത്ത പൂജ വെപ്പിന് വേണം ഈ കോയിൻ എടുക്കാൻ. 1 രൂപ കോയിൻ നിങ്ങൾ മേടിച്ചാൽ മതി. അതല്ലെങ്കിൽ വായ്പയായിട്ട് മേടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ 1 രൂപ ചോദിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ 10, 50, 100 മേടിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. ഇട്ട് വെച്ചിട്ട് അടുത്ത വർഷത്തെ
പൂജ എടുപ്പിൻ്റെ അന്ന് ഇത് കൊണ്ടുപോയി നിങ്ങൾ അമ്പലത്തിലിട്ടോളൂ. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പള്ളിക്കാരാണെങ്കിൽ എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി കാണിക്ക വഞ്ചിലിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യം ഈ നാളുകാരുടെ നിങ്ങൾക്ക് കാശ് മേടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം 100% ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും. ഉറപ്പായ കാര്യമാകട്ടെ ഞാൻ ഈ പറയുന്നത്. നിങ്ങളിതൊന്ന് പരീക്ഷിക്കാതെ ഇരിക്കരുത്. ഈ 5 നാളുകാരും ഇവരെ ഇനിയും വെല്ലാനായിട്ട് മറ്റൊരു നാളും ഇല്ല. ഇനി ഈ നാളുകാരാണ് ഇപ്പോൾ ഉദയ സൂര്യനെ പോണക്കുണ്ടല്ലോ ഉദിച്ചുയർന്നു വരുന്ന ഒരു സമയമാണ്. കഷ്ടകാലത്തിനുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഈ 5 നാളും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നാള് ചോദ്യാന്ന് പറഞ്ഞില്ലേ. ചോദ്യനാളിനും ഇപ്പൊ സമയം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ചോദ്യം എന്ന് പറയുമ്പം പൊതുവേ നല്ലൊരു നാളാണ്. അപ്പം വലിയ അപകടകാരിയല്ല, വലിയ അങ്ങ് ഗുണവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഡം മധ്യത്തിൽ കൂടെ പോകത്തില്ലേ, അങ്ങനെ പോകുന്ന ഒരു നാളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ 5 നാളുകാർ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളവർ തന്നെ ഇവരുടെ കയ്യിൽ പൈസ തലേദിവസം കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഒരു കൈനീട്ടം പോലെ മേടിച്ച് വെച്ചോണം കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ് ഇവരുടെ ഈ നാളുകാര്, ഈ 5 നാളുകാർ. ഈ 5 നാളുകാരുള്ള വീട്ടില് സുഹൃതവും പുണ്യവും ഒക്കെ ചെയ്ത ആളുകളാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് നല്ലത്. ഇവർ ഇരിക്കുന്നിടത്തുണ്ടല്ലോ ഒരു നേരത്തേനും മുട്ടു വരത്തില്ല ആരുമായിട്ടും. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം, ഇവരാരുമായിട്ട് ഈ വരുന്ന മാസം 21-ാം തീയതി വരെ ഒരു വാക്ക് തർക്കത്തിനോ ഒരു വഴക്കിനോ മറ്റു കാര്യത്തിനോ ഒന്നും നിങ്ങൾ പോയേക്കരുത് കേട്ടോ. ഇത്രയും നല്ല സമയമാണ് താനും. നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയല്ലേ വിരുദ്ധം എന്ന്, അതായത് നല്ലത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു വരും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നോടല്ലെന്നുള്ള മട്ടിൽ അങ്ങോട്ട് നിന്നേക്കണം. അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കാനൊന്നും പോകണ്ടാന്ന് ഈ 21 ദിവസം കഴിയുമ്പം അവരുടെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് പറഞ്ഞു മാറ്റിയേക്കാം. അത്രേ മാത്രം ചെയ്താൽ മതി. ക്ഷമയോളം വലുതൊന്നും ഇല്ലല്ലോ. ക്ഷമ ആട്ടും സൂപ്പിന് പല ചെയ്യുന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞോണക്ക് വരുന്ന മാസം, അതായത് ഒക്ടോബർ 21-ാം തീയതി വരെ അങ്ങ് ക്ഷമിച്ചേക്കണമെന്നേ. അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ലതാകട്ടോ. നിങ്ങളെ കണി കണ്ടാൽ പോലും എൻ്റെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ ഈ നാളുകാർ, എനിക്ക് അറിയത്തില്ല. അപ്പം ഞാനും ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് ഓരോ വീട്ടിൽ കൂടെ ചെന്ന് നിങ്ങളുടെ നാളെന്നാണെന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം എനിക്ക് പ്രത്യേകിച്ചും അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കാതിരിക്കുവാണ്. എൻ്റെ വീട്ടിലും ആർക്കുമില്ല. അപ്പം ഈ നാളുകാർ വളരെ നല്ലതാണ്. ഇവരെ കണി കണ്ടാലും കൈനീട്ടം മേടിച്ചാലും. അപ്പൊ ഈ നാളുകാർ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുമോ, ഒരു ലോട്ടറി എടുക്കുവോ, അല്ലെങ്കിൽ പോയി ഒരു ചിട്ടി കൂടിയിട്ട് ആ അടുത്ത ദിവസം തന്നെ കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോണം കേട്ടോ. അപ്പൊ അതിനൊരു മുടക്കവും നിങ്ങൾ വരുത്തിയേക്കരുത് കേട്ടോ. അപ്പം ചിട്ടി എന്ന് പറയുമ്പോൾ 1 മാസം കഴിഞ്ഞല്ലേ പിടിക്കാൻ പറ്റും. അപ്പൊ ഇത് ഏകദേശം 1 മാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിട്ടി ഇത് വേണ്ട, എന്നാലും തുടങ്ങി വെച്ചു. അപ്പം നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ കിട്ടിയിരിക്കും. ഒരു ലോണ് നിങ്ങൾക്ക് മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ വേണേലും പോയിക്കോ, ആ ലോൺ വരെ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടും. പിന്നെ മറ്റെന്തെങ്കിലും വലിയ കാര്യങ്ങൾ നടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു, ഉറപ്പായിട്ടും നടക്കും കേട്ടോ. അപ്പൊ ഈ നാളുകാരോട് ഞാൻ നമിച്ചിരിക്കുന്നു. ഒരുപാട് സ്നേഹം, ഇഷ്ടം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.